എന്താണ് വിസർപ്പം അഥവാ ഷിംഗിൾസ്? ജസ്റ്റിൻ ബീബർ, അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സൺ എന്നിവർ ഷിംഗിൾസ് അഥവാ ഹെർപ്പിസ് ബാധിച്ചവരാണ്. അതുമൂലമുണ്ടാകുന്ന വേദനയെക്കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു സിംപ്ലി ന്യൂറോ, ന്യൂറോളജി മെയ്ഡ് സിമ്പിൾ. ചിക്കൻ പോക്സ് എന്ന അസുഖത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെ പകരുന്ന ഒരു വൈറസാണ് വാരിസെല്ല സോസ്റ്റർ അഥവാ ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസ്. ഒരേ ഹോസ്റ്റലിലോ വീട്ടിലോ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് പകർച്ച സാധ്യത വളരെ കൂടുതലാണ്, ഏതാണ്ട് 90%. കോണ്ടാക്റ്റ് വന്ന ശേഷം 2 ആഴ്ചയ്ക്കുള്ളിലാണ് സാധാരണയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. എന്നാൽ ചിലപ്പോൾ ഇതൊരു 3 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. ചെസ്റ്റ്, ബാക്ക് എന്നിവിടങ്ങളിൽ കുമിളകളായിട്ടാണ് ഇത് സാധാരണ കണ്ടുവരിക. 1 ആഴ്ച കൊണ്ടാണ് ഇത് ഉണങ്ങിപ്പോകുക. അസുഖം മാറിക്കഴിഞ്ഞിട്ടും വൈറസ് നമ്മുടെ നെർവിനുള്ളിൽ ഡോർമൻ്റായി കിടക്കാം. ഇങ്ങനെ ഡോർമൻ്റായി കിടക്കുന്ന വൈറസാണ് പിന്നീട് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് ഉണ്ടാക്കുന്നത്. മുമ്പ് ചിക്കൻ പോക്സ് വന്നവർക്ക് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വൈറസ് റീആക്ടിവേറ്റഡ് ആകും. അതുമൂലം വരുന്ന ഒരു അസുഖമാണ് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ്. ഒരു നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമായി അത് ചിലപ്പോൾ മുഖത്താകാം, നെഞ്ചിൻ്റെ ഭാഗത്താകാം, അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുമാകാം. ചിക്കൻ പോക്സിൽ കാണുന്ന തരത്തിലുള്ള കുമിളകൾ ആ നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും കാണാൻ സാധിക്കും. മുഖത്ത് വന്നാൽ അത് കണ്ണിൽ വരെ കുമിളകൾ ഉണ്ടാക്കാം. കണ്ണിൻ്റെ കാഴ്ചശക്തി പോകാനുള്ള സാധ്യതയുമുണ്ട്. ചിലർക്ക് ഹെർപ്പിസ് 7ാമത്തെ ഞരമ്പിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഫേഷ്യൽ പാൾസി ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കുമിളകൾ നമ്മുടെ ചെവിയുടെ ഉള്ളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റിൻ ബീബർക്ക് വന്നത് റാംസേ ഹണ്ട് സിൻഡ്രോം എന്ന പേരിൽ വിളിക്കുന്ന ഈ അസുഖമാണ്. ഇങ്ങനെ വന്നാൽ ആൻറ്റിവൈറൽ മരുന്നുകളോടൊപ്പം സ്റ്റീറോയിഡ് മരുന്നുകളും കൊടുക്കേണ്ടതായി വന്നേക്കാം. ഹെർപ്പിസ് രോഗിയുമായി കോണ്ടാക്റ്റ് വരുന്ന ഒരു 15% ആളുകൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യാം. അവർക്ക് ഇത് ചിക്കൻ പോക്സ് ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു 15% ആളുകൾക്ക് ഹെർപ്പിസ് മാറിക്കഴിഞ്ഞും ആ ഭാഗത്ത് അസഹ്യമായ വേദന അനുഭവപ്പെടാം. ഇതിനെയാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഇനി ചിലർക്ക് ഈ കുമിളകൾ തുടങ്ങുന്നതിന് മുമ്പേ വേദന കണ്ടു തുടങ്ങാം. ഇതിനെ പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ചിലർ തലവേദനയാണെന്ന് കരുതി CT സ്കാൻ വരെ എടുക്കാം. പിറ്റേ ദിവസമേ കുമിളകൾ പൊട്ടിത്തുടങ്ങുകയുള്ളൂ. ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ കോംപ്ലിക്കേഷനായി ചിലർക്ക് മെനിഞ്ചൈറ്റിസ്, മൈലൈറ്റിസ് അഥവാ സ്പൈനൽ കോഡിനെ ബാധിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ഹെർപ്പിസ് സോസ്റ്റർ ബാധിച്ച ഒരാൾക്ക് ആൻറ്റിവൈറൽ മരുന്നായ അസൈക്ലോവിർ അസുഖം തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ തുടങ്ങുന്നത് വേദന വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. 5 നേരം കഴിക്കേണ്ട ഗുളികയാണിത്. പ്രിഗബാലിൻ, ഗാബാപെൻറ്റിൻ, അമിട്രിപ്റ്റിലിൻ പോലെയുള്ള ചില മരുന്നുകളാണ് അസഹ്യമായ വേദനയുള്ളപ്പോൾ കൊടുക്കാറുള്ളത്. ഹെർപ്പിസിൻ്റെ വേദന വളരെ അസഹ്യമായ വേദനയാണെന്ന് ഞാൻ പറഞ്ഞു. കാറ്റടിച്ചാൽ പോലും ഈ ശക്തമായ വേദന അനുഭവപ്പെടാം. വേദന കുറയുവാൻ ചില ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. കുമിളകൾ പൊന്തിയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തടവുക. ഇത് ഒരു പരിധിവരെ വേദന കുറയാൻ സഹായിക്കും. ഇതിനെ ഗേറ്റ് മെക്കാനിസം ഇൻ സ്പൈനൽ കോഡ് എന്നാണ് പറയുന്നത്. ഈ വേദനയ്ക്ക് പെയിൻ കുറയുവാനുള്ള സാധാരണ ക്രീമുകൾ പുരട്ടിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട്. ക്യാപ്സൈസിൻ അടങ്ങിയ ക്രീമുകൾ ചിലർക്ക് റിലീഫ് തന്നേക്കാം. ചിലർക്ക് 6 മാസം വരെ നീണ്ടുപോകുന്ന അസഹ്യമായ വേദനയുണ്ടെങ്കിൽ മറ്റു മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു നെർവിനെ മാത്രം ധരിപ്പിക്കുവാൻ ആ നെർവിലേക്ക് അനസ്തീഷ്യ കൊടുക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. ചിലർക്ക് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നതിലൂടെ ഈ വേദന കുറയാറുണ്ട്. ചില സിവിയർ കേസസിൽ റേഡിയോ ഫ്രീക്വൻസി എബിലേഷൻ, ടെൻസ് അല്ലെങ്കിൽ ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക് നെർവ് സ്റ്റിമുലേഷൻ എന്നിവ ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ഈ ഏരിയയിൽ ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും സഹായകരമായേക്കാം. എങ്ങനെ ഹെർപ്പിസ് സോസ്റ്റർ നമുക്ക് തടഞ്ഞു നിർത്താം? ചിക്കൻ പോക്സ് വാക്സിൻ ഇതിന് ഒരു ഉപാധിയാണ്. 2 ഡോസ് 3 മുതൽ 6 മാസം വരെ ഇടവേളയിൽ നൽകണം. 1.25 വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. സോസ്റ്റർ വരാതിരിക്കാൻ ഷിംഗ്രസ് വാക്സിൻ അവൈലബിൾ ആണ്. 50 വയസ്സിന് മുകളിലുള്ളവരാണ് ഇത് സാധാരണ എടുക്കേണ്ടത്. 3 മാസം ഇടവിട്ട് 2 ഡോസാണ് നൽകാറുള്ളത്. ഇനി അഥവാ ഹെർപ്പിസ് സോസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിക് പെയിൻ,
കൂടാതിരിക്കാൻ സഹായിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമുക്കിനിയും കാണാം.